വർഗീയത ഉണർത്തുന്ന പരാമർശങ്ങൾ മാത്രം നടത്തുന്ന നേതാവിന്റെ സ്വന്തം ആശ്രമത്തിൽ ചില കൗതുക കാഴ്ചകളും കാണാനിടയായി. യോഗിയുടെ ഇഷ്ടസ്ഥലമായ ഗോശാലയിലെ സൂക്ഷിപ്പുകാർ 2 മുസ്ലിം ചെറുപ്പക്കാരാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തയുടെ സത്യം തേടിയെത്തിയ ഞങ്ങളെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് മുഹമ്മദ് മാനും യാസിൻ അൻസാരിയും ഗോശാലയിലേക്ക് സ്വീകരിച്ചത്. പലയിനത്തിൽപ്പെട്ട ഏതാണ്ട് 400ഓളം പശുക്കളുണ്ട് ഈ ഗോശാലയിൽ. യോഗി ആദിത്യനാഥ് ഖൊരപ്പൂരിൽ ഉള്ള സമയത്തൊക്കെ തന്നെ അദ്ദേഹം കൂടുതൽ തവണ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ ഗോശാല തന്നെയാണ്. ഈ ഗോശാലയുടെ സൂക്ഷിപ്പുകാരാണ് യാസിൻ അൻസാരിയും മുഹമ്മദ് മാനും. और अगल बगल देखिए मुसलमान है, अजान होने से ना कुछ फर्क पड़ता है ना पूजा होने से कुछ फर्क पड़ता है, सबको मिला चलते हैं योगी जी, ऐसी बात नहीं है. കുട്ടിയായിരുന്നപ്പോൾ അച്ഛന്റെ കൈപിടിച്ചാണ് മുഹമ്മദ് മാൻ ആശ്രമത്തിലെത്തിയത്. അതിരാവിലെ ഗോശാലയിലെത്തുന്ന യോഗിയോടൊപ്പം എല്ലാം കണ്ടും കേട്ടും പഠിച്ചു. പിന്നെ മുഖ്യ സൂക്ഷിപ്പുകാരനുമായി. യോഗിയുടെ ദിനചര്യ മുതൽ എല്ലാം മുഹമ്മദിന് കാണാ പാഠമാണ്. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്ന യോഗി ആദിത്യനാഥ് പൂജാകർമ്മങ്ങൾക്ക് ശേഷം നേരെ ഗോശാലയിലേക്കെത്തും. പശുക്കൾക്കൊപ്പം 2 മണിക്കൂർ. അതിനുശേഷം പൊതുപ്രവർത്തനം. വൈകിട്ട് മുടങ്ങാതെ ഗോശാലയിലെത്തും. ഓരോ പശുവിനെയും പേരെടുത്ത് വിളിച്ച് ഭക്ഷണം നൽകും. മുഹമ്മദിന്റെ വാക്കുകൾ അവസാനിക്കുന്നില്ല. ആശ്രമത്തിന് പുറത്ത് മറ്റൊരു ലോകമാണ്. നാലുപാടും മുസ്ലിം കോളനികൾ. തിങ്ങി पूरा जो मुस्लिम वो पाकिस्तान में जाओ ऐसा तरह कुछ स्टेटमेंट्स कर दिया. ये वोट की राजनीति है. वोट की राजनीति के लिए कुछ भी बोला जा सकता है, कुछ भी किया जा सकता है. ये कि अपने संसदीय क्षेत्र में योगी जी बहुत ही निष्पक्ष काम करते हैं. आपको कुछ परेशान होते तो आप डायरेक्टली योगी जी को? जी मैं जाता हूँ. हमारे सांसद हैं और अब सांसद के बाद सीएम भी हुए हैं. और सीएम या सांसद किसी एक जात संप्रदाय का नहीं होता है. हम खुले दिल से जाएंगे. हम अपनी समस्या को लेकर के, हमारे सांसद पहले थे, अब इस समय हमारे सीएम है. करना ना करना उनका काम है. हम अपनी पीड़ा को लेकर के जाएंगे, बिना हिचक जाएंगे. പക്ഷേ അൽത്താഫിന്റെ ഈ വാക്കുകളാണ് അവരിൽ യോഗി ആദിത്യനാഥിന്റെ സ്വാധീനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കി തന്നത്. അവർക്കും എന്തിനും ഏതിനും യോഗി തന്നെ വേണം. പുതിയ റോഡിനും കുടിവെള്ളത്തിനും മുട്ടില്ലാതെ വിളിക്കാൻ യോഗി മാത്രമേയുള്ളൂവെന്നാണ് മുനീവർ അലിയുടെ അഭിപ്രായം. कि हमारे मुख्यमंत्री हैं, हो सकता हो कि बहुत सरकार आई और गई, हो सकता हमारे मुख्यमंत्री कुछ हम लोगों के लिए कर जाएं, ताकि हमारे बीवी बच्चे सब अच्छे से उनका पालन पोषण हो सके, शिक्षा मिल सके. तमाम ऐसी बातें हैं.